എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട്? CSEBയുടെ എക്സാം കഴിഞ്ഞു ഫെബ്രുവരി 15-ാം തീയതിയിൽ. ദെൻ അതിൻ്റെ ക്ഷീണം ഒക്കെ മാറി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഓക്കെ, അങ്ങനൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ ഞാൻ പറയട്ടെ, നമുക്ക് ഹാർഡ് വർക്കിന് ഒരു ഷോർട്ട് കട്ട്സും ഇല്ല. കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ആദ്യമായി പഠിക്കുന്ന ഒരാൾക്ക് 6 മാസം മുതൽ 8 മാസം വരെ ഉണ്ടെങ്കിൽ മാത്രമേ, അതും കൃത്യമായി ഒരു 6-7 മണിക്കൂറൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൻ്റെ എക്സാമുകൾ എഴുതുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു 6-7-8 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ജോലി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ക്രാഷായിട്ട് വന്ന് ഒരു 3 മാസം കൊണ്ട് ഒന്നും ജോലി മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മേടിക്കാൻ പറ്റും, ഒരു ബോർഡർ ലെവൽ വന്ന് നിൽക്കും, പക്ഷെ അതിന് മേളിലോട്ട് കടക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ചോദിക്കത്തുള്ളായിരുന്നു. അതും അതിൻ്റെ മാത്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നു. അതുമാത്രവുമല്ല, കോമ്പറ്റീഷൻ കൂടി. 58-ഉം 57-ഉം കട്ട് ഓഫായിട്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വാങ്ങാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ 65 മാർക്കൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടത്തുള്ളൂ, അല്ലേ? എങ്ങനെ നമുക്ക് ഈ ഒരു മാർക്ക് മേടിക്കാനായിട്ട് പറ്റും, വാങ്ങാനായിട്ട് പറ്റും, ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ CSEBക്ക് വ്യക്തമായൊരു സിലബസ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എങ്കിലും കുറച്ച് തൊട്ട് മുമ്പിലത്തെ 2-3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ 2010-ലെ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനായിട്ട് പൈസ പോലും കളയേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ CSEBയുടെ സൈറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയും കിടപ്പുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. ദെൻ ഇതിനകത്ത് ആദ്യമേ നമ്മുടെ കഴിഞ്ഞ തവണ വരെ 160 ചോദ്യങ്ങളും 80 മാർക്കുമായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വെച്ചായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ CSEB ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനകത്ത് അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 100 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ട് 100 ചോദ്യങ്ങളാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോയ്ക്കകത്ത് അമെൻമെൻറ്റ്, ഓൾറെഡി ആക്ട് അമെൻമെൻറ്റ് വന്നതാണ്, ഇനി റൂൾ അമെൻമെൻറ്റും വന്നിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ട് ഫീസുകളിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അല്ലേ? ദെൻ നമുക്ക് നോക്കാം. ഇനി ഇവർ ഇപ്പോഴും PSC GKയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും മാത്സും അവരെടുത്ത് കളഞ്ഞിട്ടില്ല. അവരിനിയും അടുത്ത എക്സാമിനും അത് തന്നെ ഉണ്ടാവും. മേ ബി ഒരു ചേഞ്ച് ഉണ്ടായേക്കാം. മേ ബി എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? ഇംഗ്ലീഷിന് 20 മാർക്കിനുള്ള ചോദ്യങ്ങളും 10 മാർക്കും 20 ചോദ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. 1/2 മാർക്ക് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താവും? 10 മാർക്കാവും. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റാൻഡേർഡ് അവർ ഉയർത്താൻ സാധ്യതയുണ്ടല്ലേ? എല്ലാ സബ്ജക്റ്റിലും, ഇപ്പം ഇംഗ്ലീഷിൻ്റെയോ കണക്കിൻ്റെയോ GKയുടെ കാര്യത്തിലല്ല, എല്ലാ സബ്ജക്റ്റുകളിലും അവർ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉയർത്താനും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാനുമുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കണ്ടു വേണം പഠിക്കാനായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ എക്സാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കട്ടിയായിരുന്നു, അല്ലേ? കുറച്ച് കട്ടിയായിരുന്നു. നമുക്ക് ഗ്രാമർ ടോപ്പിക്കൊന്നും വലുതായിട്ട് വന്നില്ല. പക്ഷേ നോർമലി ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ, ടെൻസ് നിങ്ങൾ ആദ്യം മുതൽ CSEB പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ടെൻസ് കൃത്യമായി പഠിക്കുക. ഒരു ടെൻസ് കണ്ടാൽ, ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ആദ്യം പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഹാർഡ് പ്ലസ് PP കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ഓരോ ടെൻസും കൃത്യമായി പഠിക്കുക. അത് ഒരുപാട് കടലോളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പഠിക്കണം. ഓക്കെ, മിക്കവാറും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ദെൻ ടെൻസ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക, ടെൻസ് പഠിക്കുക. ദെൻ അതുപോലെ തന്നെ അതിനുശേഷം ടെൻസ് പഠിച്ചതിന് ശേഷം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നീട് ഫ്രേസ് പഠിക്കണം, ആർട്ടിക്കിൾസ് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. PSCയുടെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഓരോ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ,
ദെൻ എക്സാമിൻ്റെ ഇരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പലതും നിങ്ങൾക്ക് ആവശ്യപ്രകാരം നമ്മൾ PDF ആയിട്ട് തരുകയും ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. മാത്സും മെൻ്റൽ എബിലിറ്റി. അത് ഈ പ്രാവശ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു മെൻ്റൽ എബിലിറ്റി 10 മാർക്കിന് ചോദിച്ചത്. എല്ലാവർക്കും 10 മാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സെല്ലിംഗ് പ്രൈസ് എപ്പോഴും അവർ ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ റീസണിങ് പലപ്പോഴും ചോദിക്കാറുണ്ട്. റീസണിങ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം മാത്സ് നിങ്ങൾ പഠിക്കാനെടുക്കുമ്പോൾ ആദ്യം സ്ക്വയറും ക്യൂബും പഠിക്കണം. 30 വരെയുള്ള സ്ക്വയറും 30 വരെയുള്ള ക്യൂബും നിങ്ങൾ കൃത്യമായി പഠിക്കുക. മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് ആ സംഖ്യകളുമായൊരു ബന്ധമുണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? 8, 64 അത് കാണുമ്പോഴേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. സംഖ്യകൾ കണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം. അതിന് എന്ത് ചെയ്യണം? റെഗുലർ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ്, പിന്നെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് ചോദിക്കും. ചിലപ്പോൾ പൈപ്പ് ആൻഡ് സിസേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഒരു മാറിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഒരു പാറ്റേൺ ഉണ്ട്. ഡയറക്ഷനിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, അല്ലേ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡയറക്ഷനിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ റാങ്കിങ്ങിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കൃത്യമായി ആ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഇവാലുവേറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും നമുക്ക് ഫുള്ള് മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ദെൻ ജി കെയുടെ കാര്യങ്ങൾ, കുറച്ച് പുരസ്കാരങ്ങൾ ചോദിക്കും, നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ കുറച്ച് കറണ്ട് അഫേഴ്സ്. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്ലാസ്സിൽ, യൂട്യൂബ് ക്ലാസ്സുകളിൽ നമ്മൾ ജി കെയുടെ കുറേ യൂട്യൂബ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കൃത്യമായി കണ്ടവർക്ക് കുറേ ക്വസ്റ്റ്യൻസ്, ഏകദേശം 6 ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് കണ്ടവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ 30 മാർക്ക് ആ രീതിയിൽ നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ ജനറൽ PSCയിലെ ഏറ്റവും നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസർച്ച് വിങ് തന്നെയുള്ള ടീമാണ് മാസ്റ്റർ കെ അക്കാഡമി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ്, കണക്ക്, GKയുടെ പാർട്ടിലുള്ള കാര്യത്തിൽ 100% ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഭദ്രമായി നിങ്ങളുടെ കൈകളിൽ കിട്ടും. ഓക്കെ, ഇനി സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഞാൻ പറയാം. സബ്ജക്റ്റിലോട്ട് നമ്മളിനി പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. GK ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നാലും കണക്കിൻ്റെ ഭാഗത്തു നിന്നാലും GKയുടെ ഭാഗത്തു നിന്നാലും ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ ഇനി അടുത്തത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ നോക്കിയാലോ. സബ്ജക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് തൊട്ട് മുമ്പ് വരെ, അതായത് കഴിഞ്ഞ എക്സാമിന് വരെ 50 ചോദ്യങ്ങളാണ് ഏത് ഭാഗത്തുനിന്ന്? കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ടായ കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ 50 ചോദ്യം ചോദിച്ചാൽ എത്ര മാർക്കാണ് കിട്ടുന്നത്? 25 മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഈ 25 മാർക്ക് നമ്മൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം? അതും ഈ പറയുന്ന കണക്ക് കടലോളം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. എന്ത് കാര്യങ്ങളും കടലോളം പഠിച്ചാൽ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നാഷണൽ ലെവൽ ഫെഡറേഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസ്, ഓരോ നാഷണൽ ലെവൽ ഫെഡറേഷൻസും പഠിക്കുമ്പോൾ അതിനെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുക്കും ചിട്ടയായിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും നമ്മളൊരു സ്ഥാപനം തുടങ്ങിയ വർഷം, അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, അവർക്ക് ആരെല്ലാം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്, അവരെന്തെല്ലാം ആൾക്കാരെ, എന്തൊക്കെ അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് ഒരു ടോപ്പിക്ക്, ഒരു നാഷണൽ ലെവൽ ഫെഡറേഷൻ, ഇപ്പോൾ NCDC പറഞ്ഞു, NCDC ആക്ട് പ്രകാരം 62 ആക്ട് പ്രകാരം 63 വന്നു. അത് ഫോർമേഷൻ ചെയ്ത ഡേറ്റ്, എന്താണ് അവരുടെ ലക്ഷ്യം, നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടറിന് ഗ്രാൻഡ് കൊടുക്കുക, ഫണ്ട് കൊടുക്കുക എന്നതാണ് ലക്ഷ്യം, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വളരെ ബ്രീഫായിട്ട് പഠിക്കുക, കൃത്യമായി എഴുതി വയ്ക്കുക. ദെൻ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസ് എല്ലാം തന്നെ പഠിക്കണം. ആൻഡെക്സ് 1961 വന്നു, മത്സ്യഫെഡ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുക, ഫോർമേഷൻ ഡേറ്റ് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ പഠിക്കുക. കൺസ്യൂമർ ഫെഡ്, അങ്ങനെ കുറേ ഫെഡറേഷൻസ് ഉണ്ട്, അതും കൃത്യമായി പഠിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾ എഴുതി പഠിക്കുക, എക്സാമുകളും കൂടി എഴുതി പ്രാക്ടീസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ പിന്നീട് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയിലെ കമ്മിറ്റീസിൻ്റെ ക്ലാസ് കണ്ടവർക്ക് CSEB എക്സാമിന് ഉറപ്പായിട്ടും അതെല്ലാം എഴുതാം. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ കിട്ടിക്കാണും. കാര്യം ആ ക്ലാസ് ഞാനാണ് എടുത്തത്. ഓക്കെ, അതുകൊണ്ട് പറയുമല്ല, നിങ്ങൾക്ക് എന്തായാലും ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിക്കാണും. ഓക്കെ, കമ്മിറ്റിയിൽ നിന്നൊരു ചോദ്യമില്ലാതെ ഒരിക്കലും ഒരു CSEB എക്സാം നടത്താറില്ല. ഓക്കെ,
സോ കമ്മിറ്റീസ് പഠിക്കുമ്പോഴും ഒരുപാട് നിങ്ങൾ കടലോളം പഠിക്കേണ്ട കാര്യമില്ല എന്നാണ്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്, അസെൻഡിങ് മോഡൽ നിങ്ങൾ പഠിക്കുക എന്ന്. അതായത് എന്നാണോ ആദ്യത്തെ കമ്മിറ്റി വന്നത് ആ കമ്മിറ്റി മുതൽ ഇപ്പോൾ വരെയുള്ള കമ്മിറ്റീസ്, ഡേറ്റ്, ആരാണ് ചെയർമാൻ, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്. ചില കമ്മിറ്റീസിനൊക്കെ ഒത്തിരി ലക്ഷ്യങ്ങളുണ്ടാവും. ഇതുകൂടാതെ ഈ കമ്മിറ്റീസ് ഇന്ന കമ്മിറ്റി ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ വന്നൊരു ചോദ്യമായിരുന്നു, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലേ, കോർപ്പറേഷൻ പരാജയപ്പെട്ടാലും അത് വിജയിച്ചേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നാണ് CSEBക്ക് ഈ ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. 1951 വന്ന് 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇതിന് അവിടെ നിൽക്കട്ടെ, കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും CSEB ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൃത്യമായി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നബാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒന്നുകിൽ നബാർഡിൻ്റെ ഫോർമേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നബാർഡും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട നബാർഡിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഓരോ വ്യക്തികളും പറഞ്ഞ കാര്യങ്ങൾ, കോർപ്പറേഷനെ കുറിച്ച് ഓരോ വ്യക്തികളും പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ TN ഹജീലയുടെ കാര്യമായിരുന്നു ചോദിച്ചിരുന്നത് ഈ കഴിഞ്ഞ CSEB എക്സാമിന്. അതും നമ്മൾ ക്ലാസ്സുകളിൽ പലതവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഓരോ വ്യക്തികൾ പറഞ്ഞ കോഡ്സും അതുപോലെ തന്നെ ഇന്ന കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കോഡ്സും എന്താണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതും വന്നാൽ ഒരു 10-30 എണ്ണം പഠിച്ചാൽ മതി. ഇതിനെ കൃത്യമായി എന്തെങ്കിലും ഒരു എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു ഹിൻഡ് വെച്ച് നിങ്ങൾ പഠിച്ചാലും മതി. ഫുള്ള് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ICA ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്, അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. കാര്യം കോർപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ICA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കറിയാമോ, NS ഹോസ്പിറ്റൽ, കൊല്ലത്തുള്ള NS ഹോസ്പിറ്റലിന് ICA ഇപ്പം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനി അടുത്ത കറണ്ട് അഫയേഴ്സിൽ വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ICAയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ICA ഫോർമേഷൻ ചെയ്തത്, ദെൻ അവരുടെ പിന്നീട് വന്നത് ICAയുടെ പ്രിൻസിപ്പിൾസ് ഓരോരുത്തർക്കും റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തത്, അവരുടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്, ദെൻ ആർക്കാണ് റിവ്യൂ ചെയ്യാൻ കൊടുത്തത്, അവരെന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, ഏതൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം തന്നെ ഒരേ ചോദ്യം 2 തവണ ചോദിച്ചായിരുന്നു അല്ലേ. ദെൻ പിന്നെന്താണ് ചോദിക്കുന്നത്, സാധാരണ രീതിയിൽ കോപ്പറേറ്റീവ് ഫ്ലാഗ് ചോദിക്കാറുണ്ട്. കോപ്പറേറ്റീവ് ഫ്ലാഗ് അതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ കോപ്പറേറ്റീവ് ഫ്ലാഗിനകത്ത് കേട്ടോ. കോപ്പറേറ്റീവ് ഫ്ലാഗിലെ കളറുകൾ കൃത്യമായി പഠിക്കണം. കോപ്പറേറ്റീവ് ഓറഞ്ച് കളറാണ് ഇപ്രാവശ്യം ചോദിച്ചത്. മിക്കവാറും റെഡും ചോദിക്കാറുണ്ടോ, റെഡ് ചലഞ്ച്. അപ്പം കോപ്പറേറ്റീവ് ഫ്ലാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. എന്തായാലും അതിൽ നിന്നും ചോദ്യങ്ങൾ സ്ഥിരമായി കാണാറുണ്ട്. ഇതിന് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് കോർപ്പറേഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിന് നോക്കിക്കേ, ലോയ്ക്കകത്തുനിന്ന് ചോദ്യങ്ങൾ. ലോയ്ക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പറയുന്ന ടോപ്പിക്കിൽ നിന്നും വളരെ അപൂർവം മാത്രമേ ഉള്ളൂ ഇവർക്ക് സ്കിപ്പ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദെൻ ഏതൊക്കെയാണ്, ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാനേജിങ് കമ്മിറ്റി. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റിയാണ്. സോ ജനറൽ ബോഡിയും വിട്ടിട്ടൊരു കല അവർക്കില്ല. സോ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഭരണസമിതിയുടെ കാര്യങ്ങൾ, മാനേജിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആരാണ് ഇലക്ഷൻ നടത്തുന്നത്, അതിന് എത്ര ദിവസം മുമ്പ്, അതിൻ്റെ പ്രൊസീജിയറുകൾ എങ്ങനെയാണ്, ഇലക്ഷൻ എത്ര ദിവസം മുമ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുണ്ട്. ഇത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഷോർട്ട് കട്ട്സ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം ജനറൽ ബോഡി, നമ്മുടെ വീടിനടുത്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ നോക്കുക. നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോഴേ ഇത് ഇന്ന രീതിയിലായിരിക്കും അവിടെ ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കരുത്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം നോക്കിയിട്ടൊന്നും കാര്യമില്ല, കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക. കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടൊന്നും ഒരർത്ഥവും ഇല്ല. നമ്മളൊരു ചെറിയ ഇപ്പം ആക്ട് അമെൻമെൻറ്റ്, റൂൾ അമെൻമെൻറ്റും വന്നുകൊണ്ട് അതിൻ്റെ ഒരു പുസ്തകം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എനിക്കൊന്ന് APTയുടെ ഒരു പുസ്തകം അവൈലബിൾ ആണ്, ആ പുസ്തകം മാത്രം മതി. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വാങ്ങിച്ച് കാശ് കളയണമെന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറയുന്ന കണക്ക് നമ്മുടെ CSEBയുടെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. ഒഫീഷ്യൽ സൈറ്റിൽ CSEBയുടെ ജൂനിയർ ക്ലർക്കിൻ്റെ ആയിക്കോട്ടെ, സെക്രട്ടറിയുടെ ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഫൈനൽ ആൻസർ കീയും അവർ തന്നെ കൊടുക്കുന്ന ഫൈനൽ ആൻസർ കീയും അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണ്. ഒരു പുസ്തകമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് എക്സ്പെൻസുകൾ പഠിക്കാൻ വേണ്ടി കളയേണ്ട കാര്യമില്ല. നിങ്ങളുടെ എന്നല്ല, ഏതൊരു പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ
നമ്മൾ എന്ത് ചെയ്യും? പുസ്തകങ്ങൾ വാങ്ങിച്ച് പൈസ കളയും. പുസ്തകങ്ങൾ വാങ്ങിക്കും, ആദ്യത്തെ ദിവസം നമ്മൾ തുറന്നു നോക്കും, പിന്നെ അത് എവിടെയെങ്കിലും ഒരു ചവിറ്റോട്ടെ കൊണ്ടങ്ങ് വെക്കും. പിന്നെ നമുക്ക് സമയം കാണത്തില്ല. എല്ലാവരും അങ്ങനെ. ഒരു നോട്ട്സ് കണ്ടാൽ നമ്മൾ പറയും എനിക്കിത് അയച്ചു തരണേന്ന് പറയും. നോട്ട്സ് എടുക്കും, ഡൗൺലോഡ് ചെയ്യും, ചിലപ്പോൾ അത് പ്രിൻ്റ് വരെ എടുക്കും. അങ്ങനെ 80% ആൾക്കാരും നോട്ട്സ് വാങ്ങിക്കും, പ്രിൻ്റ് എടുക്കും, സ്പൈറലും ചെയ്ത് എവിടെയെങ്കിലും ഇങ്ങനെ സേഫാക്കി വെക്കും. പക്ഷേ 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്തുനിന്ന് കൃത്യമായി പഠിക്കുന്നത്. ആ പഠിക്കുന്നവർക്കാണ് ജോലി കിട്ടുന്നത്, അല്ലേ? സോ ഒന്നിനും ഒരുപാട് പൈസ കളയേണ്ട കാര്യമില്ല. ഏറ്റവും അഫോർഡബിളായിട്ട് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് പറയാനുള്ളത്. നമുക്ക് പഠിക്കാനൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, നമ്മളങ്ങനെ പറഞ്ഞു അതിനെ ഇലക്ഷൻ്റെ ഫീസ്. അത് ഇലക്ഷൻ പഠിക്കുമ്പോഴും നിങ്ങൾ ഇലക്ഷൻ നമ്മുടെ വീടിനടുത്തൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് ആ ഒരു പ്രോസസ്സായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രാറിനെ കുറിച്ച് നമ്മുടെ എപ്പോഴും രജിസ്ട്രാറിനെ വിട്ടൊരു കളിയില്ല CSEBക്ക് എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ. രജിസ്ട്രാർ അവരുടെ ഹൈറാർക്കി തന്നെ പഠിക്കാനുണ്ട്. രജിസ്ട്രാർ പിന്നെ എത്ര ടൈപ്പ് ഓഫ് രജിസ്ട്രാർ, അവരുടെ ഡെസിഗ്നേഷൻ പവേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ഒക്കെ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഇവരുടെയൊക്കെ പവർ എന്താണ് എന്നുള്ളതും കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട്. അപ്പം നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി ഇവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട്, തർക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തർക്കങ്ങളുണ്ടായാൽ നമ്മൾ എവിടെ പോകും? മോണിറ്ററി ഡിസ്പ്യൂട്ട്, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും. ഈ തർക്കങ്ങൾ മോണിറ്ററി ഡിസ്പ്യൂട്ടും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണുള്ളത്. രജിസ്ട്രാറിൻ്റെ അടുത്തും ആർബിട്രേഷൻ കോർട്ടിൻ്റെ അടുത്തുമാണ് പോകുന്നത്. ഇവർ തന്ന റിപ്ലൈയിൽ, ഇവർ തന്ന മറുപടിയിൽ നമ്മൾ സംതൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകും? ട്രിബ്യൂണലിൽ പോകും, അപ്പീൽ പോയി കൊടുക്കും. ഓക്കെ, അപ്പീലിൻ്റെ ഫീസ് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് നമുക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേയ്സ് ആണ്. ഡേയ്സ് വിട്ടൊരു കളിയില്ല. ഇപ്പോൾ ചോദിച്ചെന്തായിരുന്നു? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്യാൻ എത്ര ദിവസം? 45 ദിവസം എന്നുള്ള ചോദ്യം ചോദിച്ചായിരുന്നല്ലേ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ എത്ര ദിവസം? ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കാൻ എത്ര ദിവസം? അല്ലെങ്കിൽ ആരെടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്? രജിസ്ട്രാറിൻ്റെ അടുത്തോട്ട് പോകാൻ എത്ര ദിവസം? അങ്ങനെ കുറേ ദിവസങ്ങൾ, 30 ദിവസമുണ്ട്, 15 ദിവസമുണ്ട്, 20 ദിവസം, അങ്ങനെ പല 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 ദിവസങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനെയും കൃത്യമായി പഠിക്കുക. നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. റെഗുലറായിട്ട് നമ്മൾ വായിക്കണം. നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഹെഡ്, ഇപ്പോൾ 7 ഡേയ്സിൻ്റെ ഒരു ഹെഡ് ഉണ്ടാക്കുക, അത് അവിടെ ഒട്ടിച്ചു വെക്ക് പഠിക്കുക. റെഗുലർ പഠിച്ച് നമ്മളൊരു സ്ട്രാറ്റജിയിൽ കൃത്യമായി പോയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. എല്ലാവരും ആ ബോർഡർ ലെവലിൽ എത്തും, പക്ഷേ അവിടെ നിന്ന് അപ്പുറത്തോട്ട് കടക്കത്തില്ല പലരും. അടുത്തത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ CSEB ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ 2-3 റൂള് ചോദിക്കാറുണ്ട്. നമുക്കറിയാവുന്നതായിരിക്കും, റെഗുലർ വായിക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം കിട്ടും. അത് പലപ്പോഴും റാങ്ക് മേക്കിംഗ് ആവാറുണ്ട്. റൂളുകളും ചോദിക്കും പലപ്പോഴും കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ്റെയും ലോയുടെയും ഭാഗത്തു നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പ് അവർ പരീക്ഷയ്ക്ക് 50 ചോദ്യങ്ങളും 25 മാർക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ പാറ്റേൺ മാറുമ്പോൾ മേ അവർ 30 മാർക്കിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. 30 ചോദ്യങ്ങളും 30 മാർക്കും ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഫൈനലായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം CSEBയുടെ എക്സാം ഏപ്രിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു അസംഷനിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കിക്കേ, അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും കൂടെ ഒരുമിച്ചാണ് അവർ ചോദിക്കുന്നത്. ആദ്യം അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും ആയിരിക്കും ചോദിക്കുന്നത്. കോസ്റ്റിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കിട്ടും? അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കണം. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് എന്ന് വെച്ചാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിക്കണം. ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണുള്ളത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണം. ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ജേണൽ എൻട്രിയിലോട്ട് മാറ്റുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത് എന്താ, ക്രെഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുമില്ല, ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും കൂടി റീകൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ടും ഒന്നാക്കാൻ വേണ്ടിയിട്ട്, ഒരേ എമൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതും എപ്പോഴും ചോദിക്കാറുണ്ട്. അതും ഈ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു പ്ലസ് ടു തലത്തിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഡിഗ്രി ലെവലിലുള്ള ഒന്നും പഠിക്കാനായിട്ടില്ല. നമുക്ക് CSEBക്ക് ഒന്നും ഡിഗ്രി ലെവലിൽ ചോദിക്കാറില്ല. ഒരു പ്ലസ് ടുവിൻ്റെ അക്കൗണ്ടൻസിയുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. സോ ദെൻ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അതുപോലെ തന്നെ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡെൽക്രഡറി കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ, കൺസൈനർ, ദെൻ ഇവരുടെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എറേഴ്സ്. നമുക്ക് എറേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. എറേഴ്സ് എന്തൊക്കെയാണ്, തെറ്റുകളാണ്. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലറിക്കൽ എറേഴ്സ് വരാറുണ്ട്. ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ട്. മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ ഫ്രോഡ് എന്ന് പറയും. ക്ലറിക്കൽ എറേഴ്സ് ആണ് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്ന എറേഴ്സ്. ദെൻ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് മറയ്ക്കുകയാണെങ്കിൽ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ട്രയൽ ബാലൻസിൽ കാണുന്ന എറേഴ്സ് ഉണ്ട്, കാണാത്ത എറേഴ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ പഠിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ് പഠിക്കണം. എന്താണ് ട്രയൽ ബാലൻസ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡിലും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എവിടെ ഈ ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റും. മിസ്റ്റേക്ക് അല്ല, ഡിഫറൻസ്. ട്രയൽ ബാലൻസ് എപ്പോഴും ടാലി ആയിരിക്കണം. സോ അതിനകത്ത് എമൗണ്ടിനകത്തൊരു ഡിഫറൻസ് വന്നാൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റും. അതെങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യും. ദെൻ ഈ പറഞ്ഞ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനെ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, റെക്ടിഫൈങ് എൻട്രി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എറേഴ്സ് പഠിച്ചാൽ തന്നെ ടൈപ്പ് ഓഫ് എറേഴ്സിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. റെക്ടിഫൈങ് എൻട്രിയൊക്കെ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ റെക്ടിഫൈങ് എൻട്രീസ് വരും. കാര്യം കൃത്യമായി നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ, ഞാൻ എപ്പോഴും പറയുകയാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. എന്താണ് ബേസ്, ഒരു റൂളുണ്ട്, ബേസ് കൃത്യമായി പഠിക്കുക. അതുമാത്രമല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. അതല്ലാതെ കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ല. ദെൻ പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെല്ലാം വരുന്നു, ദെൻ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇതും നമ്മൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിലും നമുക്കിതുമായി ബന്ധപ്പെട്ട മാർക്ക് കിട്ടത്തുള്ളൂ. ഇതിനൊരു ബേസ് ഉണ്ട്, കാണാതെ പഠിച്ചാൽ കിട്ടത്തില്ല. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ. അതും കൃത്യമായി നിങ്ങൾ പഠിക്കുക. അതിൽ നിന്നും ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. ദെൻ ഷെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഷെയർസിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ച് വരാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ പോലും, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിൻ്റെ എക്സാം എല്ലാം എഴുതിയാൽ പോലും നിങ്ങൾക്കൊരു 10-45 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാങ്കിങ്ങിൻ്റെ കാര്യം കൂടി പറയാനുണ്ട്. നോക്കാം. ഇനി അടുത്ത നോക്കേ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിങ്ങിനകത്തുനിന്ന് ഒരിക്കലും ഒരു അഡ്വാൻസ് ലെവലിലെ ചോദ്യങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ചോദ്യങ്ങൾ, പ്രൈം കോസ്റ്റ് എന്താണ്, ഓവർ ഹെഡ്, ദെൻ അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ, അത്ര മാത്രമേ ഉള്ളൂ. കോസ്റ്റ് എസ്റ്റിമേഷൻ, അങ്ങനെ വളരെ ബേസിക് ലെവലിലുള്ള കോസ്റ്റിങ്ങിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് കണ്ടിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ, പക്ഷേ ഇതിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിങ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഈ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഉള്ളത് അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും കൂടി ചേർത്ത് 10 മാർക്ക്, ഒരു 20 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയത്തില്ല, എങ്കിലും നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. 10 മാർക്ക് വെച്ചുമ്പോൾ നമുക്കിപ്പം 20 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ കോർപ്പറേഷന് 30, 20 ഇടുമ്പോൾ 50 അങ്ങ് ആയില്ലേ. സോ നമുക്ക് നോക്കാം, മേ ബി അങ്ങനെ ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അവരിനി ഞാൻ പറഞ്ഞല്ലോ, CSEBയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് 100 മാർക്ക് അവരെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് നോക്കേ, ബാങ്കിങ്ങിൻ്റെ 25 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 12.5 മാർക്കാണ്. ബാങ്കിങ്ങിൽ 25 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ബാങ്കിങ്ങിലെ ചോദ്യങ്ങളിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം. ഈ റീസെൻറ്റ് ടൈമിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്,
നമ്മൾ ഇപ്പോഴേ 2025 എക്സാം എഴുതുന്നത്. 2018 2015 പുറകെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ട് മുമ്പിലത്തെ 2020 മുതലുള്ള ചോദ്യപേപ്പറുകളെല്ലാം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പണ്ടത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സോ നോക്കിക്കേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഫുള്ള് പഠിച്ചിരിക്കുക. അതിൻ്റെ സെക്ഷൻസ് എല്ലാം കൃത്യമായി പഠിച്ചിരിക്കുക. ഡെഫിനിഷൻസ് ഉൾപ്പെടെ കൃത്യമായി പഠിക്കണം. ദെൻ അതുപോലെ തന്നെ എൻഡോസ്മെൻറ്റ് അതിൻ്റെ ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ചെക്ക് അതിൻ്റെ ടൈപ്പ് ഓഫ് ചെക്കുണ്ട്. ബ്ലാങ്ക് ചെക്കുണ്ട്, പല ടൈപ്പ് ഓഫ് ചെക്സ്. ദെൻ അതുപോലെ തന്നെ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്തുള്ള റിലേഷൻഷിപ്പ്, നമ്മൾക്ക് വേണ്ടി ബാങ്ക് ഒരു കാര്യം ചെയ്യുക, നമുക്ക് വേണ്ടി ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്തായിരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ നമ്മളുടെ ആരായിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്? നമ്മൾ പ്രിൻസിപ്പാളും നമ്മുടെ ഒരു ഏജൻ്റായിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് കൊണ്ടുവന്ന് ലോക്കറി വെക്കുന്ന സമയത്ത്, അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ ഈ റിലേഷൻഷിപ്പുകൾ മാറും. ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ബാങ്കിങ്ങിൻ്റെ. ദെൻ പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്രോസിങ്ങും ടൈപ്പ് ഓഫ് ക്രോസിങ്ങും ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. ജനറൽ ക്രോസിങ്ങിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ ആൾട്ടറേഷൻസ് ഏതൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ പിന്നീട് ഇത്രയും ചോദ്യങ്ങളാണ് ബാങ്കിങ്ങിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നത്. ഈ ഒരു സംഭവം നിങ്ങൾ വിട്ട് പഠിക്കുകയേ ചെയ്യരുത്. ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് വിട്ട് നിങ്ങൾ പഠിക്കരുത്. ഇത് ഉറപ്പായിട്ടും പഠിച്ച് തന്നെ പോകണം. ദെൻ അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോംസ് പലതും ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം ചോദിക്കാറുണ്ട്. സർഫേസിയുടെ ഫുൾ ഫോം എന്തുവാ, അതല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്തുവാ, അങ്ങനെ പലതും ചോദിക്കാറുണ്ട്. ഇപ്പോഴും ചോദിച്ചു. അങ്ങനെ കുറച്ച് ബാങ്കിങ് റിലേറ്റഡ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണിതെല്ലാം. കേരള ബാങ്കിൻ്റെയും JCയുടെ ഒക്കെ സമയത്ത് നമ്മളിതെല്ലാം കുത്തിയിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമുകളെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ലേറ്റസ്റ്റ് കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്ത് കൃത്യമായി എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ബേസിക് അവയർനെസ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരിക്കലും IBBSൻ്റെ പരീക്ഷയ്ക്കകത്ത് ചോദിക്കുന്ന കണക്ക് അങ്ങ് ബാങ്കിലെ കുഞ്ഞു കറണ്ട് അഫയേഴ്സ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ബേസിക് ഇപ്പോൾ ചോദിച്ചെന്താ KYCക്കകത്ത് ഏത് ഡോക്യുമെൻ്റാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? അതിനകത്ത് തന്നെ ആൻസർ ഉണ്ടല്ലേ, പാൻ കാർഡ് ആയിരിക്കുമെന്ന്. കാര്യം എന്താ, അതിനകത്ത് അഡ്രസ് പ്രൂഫും ഡീറ്റെയിൽസും ഒന്നുമില്ല. ബാക്കി എല്ലാത്തിനകത്ത് നമ്മുടെ അഡ്രസ് പ്രൂഫും കാര്യങ്ങളും ഉണ്ട്. അതായത് ബേസിക് അവയർനെസ്, ഒരു നോർമൽ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ് അവയർനെസ് മാത്രമേ ചോദിക്കാറുള്ളൂ. പലപ്പോഴും കഴിഞ്ഞ കേരള ബാങ്കിൻ്റെ JCയുടെ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള അത് മാത്രം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ പഠിച്ചാൽ പോലും നമുക്കത് കിട്ടും. പക്ഷേ എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ maybe 20 ചോദ്യം തന്നെ ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബാങ്കിങ്ങിന്. maybe 20 ചോദ്യങ്ങൾ തന്നെ ബാങ്കിങ്ങിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് നേരത്തെ തന്നെ ഇവർ ചോദിച്ചുകൊണ്ടിരുന്നത് 25 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് വരെയാണ്. കഴിഞ്ഞ CSEB എക്സാമിന് 25 ചോദ്യമാണ് ബാങ്കിങ്ങിന് വന്നത്, 12.5 മാർക്കിന്. പക്ഷേ ഇനിയിപ്പോൾ എന്താണ്, maybe 20 ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ CSEB എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ ഒരു നാണക്കേടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചതിന് ശേഷം അവർ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചുള്ള പഠിത്തം അവസാനിപ്പിക്കുക. എന്നതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മുടെ സപ്ലിമെൻ്റായിട്ട് കയ്യിൽ വയ്ക്കുക. എന്നതിന് ശേഷം ഓരോ കാര്യങ്ങളെയും, ഞാൻ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിനെയും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഓരോന്നിനെയും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുമ്പോഴേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ചോദ്യങ്ങളും നോക്കിയാൽ മനസ്സിലാവും. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. പലപ്പോഴും ഇതിങ്ങനെ ചിന്തിക്കണം, ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഒന്നിനും ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, മനസ്സിലായോ? തന്നെയുമല്ല, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ HDCയിലെ ഇനി പാസ്സാവുന്ന കുട്ടികൾ ഈ എക്സാം അവർക്ക് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു എക്സാം നടത്തുന്നുണ്ട് HDCയുടെ, അവർക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും കൂടെ നമുക്കൊപ്പം മത്സരിക്കാനുണ്ട് എന്നുള്ളതാണ്.
കാര്യം അവരൊക്കെ ഫ്രഷ് കുട്ടികളാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരതിൻ്റെ കൂടെ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കിത് പെട്ടെന്ന് കടന്നുകൂടാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷനും വരുന്നത് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിത്തം തുടങ്ങുക. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരള ബാങ്ക് വന്നു, JCI വന്നു, കുറേ കുട്ടികൾക്ക് അവിടെയൊക്കെ ജോലി ചെയ്ത കുറേ കുട്ടികൾക്കൊക്കെ JCI കേരള ബാങ്കോ ഒക്കെ ആവും. പിന്നെ കേരള ബാങ്കിൽ അങ്ങോട്ട് ജോലിക്ക് പോകുമ്പോഴത്തേക്കിനും സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ ഇഷ്ടം പോലെ വേക്കൻസി വരും. അപ്പോൾ നമുക്ക് ജോലിക്ക് കയറാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്, ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. നമുക്കൊരിക്കലും ടൈം നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക, ഒരു വർഷം കൂടെ നോക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കിയേക്കുക, വിട്ടേക്കുക. നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നമ്മൾ നിർത്തിയേക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല, പക്ഷേങ്കിൽ നമ്മളോട് ചോദിക്കുക, കൃത്യമായി നമ്മൾ ആത്മാർത്ഥതയോടെ പഠിക്കുന്നുണ്ടോ? പിന്നെ പരാജയം പലപ്പോഴും നമുക്ക് പല എക്സാമിൻ്റെയും ബോർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാൻ തോന്നത്തില്ല. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെയും എന്താ പറയുക, ഫെയ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എങ്കിലും എപ്പോഴും കഠിനാധ്വാനം ചെയ്ത് നമ്മൾ സ്ഥിര ഉത്സാഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എന്നെങ്കിലും ദൈവം തമ്പുരാൻ നമ്മുടെ മുന്നിൽ കണ്ണു തുറക്കാതിരിക്കത്തില്ല. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായി പഠിക്കുക എപ്പോഴും. ഇനി നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ, ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുടെ മെൻറ്റർ ഞാനായിരിക്കും. നിങ്ങളെ കൃത്യമായി വാച്ച് ചെയ്യുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാർക്ക് കുറഞ്ഞാലും നിങ്ങളുടെ അടുത്ത് കൃത്യമായി ഞാൻ എത്തുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എൻ്റെ നേരത്തെയുള്ള സ്റ്റുഡൻസിനറിയാം എത്രത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയും, നമുക്ക് നോക്കാം. എല്ലാവർക്കും എപ്പോഴും മെൻ്റലി നല്ല ഹെൽത്ത് ഉണ്ടാവണം എന്നില്ല. പലപ്പോഴും പ്രത്യേകിച്ചും നമ്മുടെ ഉള്ള സ്റ്റുഡൻസിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒട്ടുമിക്ക ആൾക്കാരും വീട്ടമ്മമാരായിരിക്കാം, കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് കുറേ പ്രാരാബ്ധങ്ങളുമായിട്ടൊക്കെ പോകുന്ന അതിനിടയ്ക്കൂടെ ആയിരിക്കാം പഠിക്കുന്നത്, അല്ലേ? പക്ഷേ നിങ്ങൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയും, നമുക്ക് നോക്കാം, നമുക്ക് പറ്റുന്നത്ര സോൾവ് ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്, പഠിക്കുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും, പിന്നീട് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ക്ലാസ്സുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട PDF നോട്ടുകൾ നമ്മൾ കൃത്യമായി തരും. ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ PDF നോട്ട്സിനകത്ത് നമ്മൾ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീക്കിലി സ്റ്റഡി പ്ലാൻ തരും. അതുമായി ബന്ധപ്പെട്ട് വീക്കിലി നമ്മളൊരു എക്സാമും കണ്ടക്ട് ചെയ്യും. ഈ എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിലുള്ള വേറെ ക്ലാസ്സുകളും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സും കാണും, അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളും കാണും. ആദ്യം നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷകളെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായി നമ്മൾ പരീക്ഷ എഴുതണം. വെറുതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കറുപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, മോഡൽ എക്സാമുകൾ എഴുതണം. മോഡൽ എക്സാമുകൾ കൃത്യമായി എഴുതണം. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മുടെ കൈകളിലൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, CSEBയുടെ എക്സാം ഹാളിൽ ചെന്നിരുന്നിട്ട് നമുക്ക് അത്ര നന്നായിട്ട് എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പഠിക്കാൻ റെഡിയല്ലേ? നിങ്ങളെല്ലാവരും ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. നമുക്കൊരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, നമുക്ക് അടുത്ത CSEB അടുത്ത ഏപ്രിലെ പരീക്ഷ ഉറപ്പായിട്ടും നിങ്ങൾ നേടിയിരിക്കണം. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എന്ത് തരാനും നമ്മൾ തയ്യാറാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല റാങ്കുകൾ വാങ്ങിക്കുക, ഏറ്റവും പെട്ടെന്ന് ഒരു സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ എക്സാമിൽ പഠിച്ച് എഴുതി ജോലി മേടിച്ച് കോപ്പറേറ്റീവ് ബാങ്കിൽ കയറുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് വീണ്ടും കാണാം, നമുക്ക് ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. ഓക്കെ, നമുക്ക് വളരെ ഏറ്റവും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഓക്കെ.